ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവിനെ വെളിപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഗുജറാത്തിലെ ഒരു കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമുദ്ര സമൃദ്ധി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 34,200 കോടി രൂപയുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം ഇതും പറഞ്ഞത്. അല്ല, അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഷിപ്പിംഗ് മേഖല, ഇന്ത്യയുടെ ഷിപ്പിംഗ് മേഖല, അതായത് അതിൽ ഇപ്പോൾ ചെലവാക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡിഫൻസ് ബഡ്ജറ്റിൽ നമ്മൾ ചെലവാക്കുന്ന അത്രയും 6 ലക്ഷം കോടി രൂപയാണ് ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇപ്പം നമ്മൾ വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്ക് കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് 50 വർഷം മുമ്പ് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ കടൽ വഴിയുള്ള ചരക്ക് നീക്കം എന്ന് പറയുന്നത് 40% ഇന്ത്യൻ ആയിരുന്നു. ഇപ്പോൾ ഇത് 5% ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ടെന്ന് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അമേരിക്കയിലെ അറിയാലോ നമ്മൾ, അപ്പോൾ ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കടത്തി വിടണം, നമ്മുടെ വിൽപ്പന നടക്കണം, വ്യാപിപ്പിക്കണം എന്നുള്ളതിലാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ചില ശക്തികൾ ഇന്ത്യയിൽ തന്നെ ഇതിന് ഉള്ളിലുണ്ട്. നമ്മുടെ ഈ ഒരു നീക്കത്തിനെ വളരാൻ സമ്മതിക്കേണ്ട, അവിടെയൊന്നും അങ്ങനെ ഇപ്പോൾ കച്ചവടമൊന്നും വ്യാപിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്നോട്ട് അടിക്കുന്ന ചില ശക്തികളുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ശത്രുക്കളെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് സർ കൂടുതലായിട്ടുള്ളത്? മോദി പറഞ്ഞത് നമ്മുടെ വിദേശ രാജ്യത്തിനോടുള്ള ആശ്രയത്വം, അതാണ് പ്രധാനമായിട്ടും പുള്ളി ഉദ്ദേശിച്ചത്. അത് വിദേശ രാജ്യത്തോടുള്ള ആശ്രയത്വം കൊണ്ടാണല്ലോ ഇപ്പം ഈ ഏറ്റവും അവസാനം താരിഫിൻ്റെ വില വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാധനം അവിടെ കയറ്റുമതി ചെയ്യാൻ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ലാഭം നമ്മുടെ GDP ഗ്രോത്തിന്, നമ്മുടെ ഡെവലപ്മെന്റ്സിനെ ഒക്കെ ബാധിക്കുന്നതുകൊണ്ടാണല്ലോ ഇത് കൊണ്ടുപോകുന്ന ഷിപ്പിംഗ് കമ്പനികളും അവരുടെ അതെല്ലാവരുടെയാണ്. അവര് എല്ലാ മൊണോപ്പൊളിയും ഈ പറയുന്നത് പോലെ ചില കുത്തകകളുടെ കയ്യിൽ അതിന് വളരെ കുറവ് വന്നിട്ടുണ്ട് ഇപ്പം, അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാറ്റം വരുത്താൻ തുടങ്ങിയതെന്നുകൊണ്ടാ ഒരുപക്ഷെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയും, അല്ലെങ്കിൽ അതിന് അങ്ങനെ പോകണം, ഇന്ത്യക്ക് നാളെ കാലത്തെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവണം എന്ന് വിചാരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയൊക്കെ. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യക്ക് ലോകത്തിൻ്റെ നെറുകയിൽ എത്തുന്നതിന് ഏതൊക്കെ സാധ്യത, എവിടൊക്കെ ഡെവലപ്മെന്റ്സ്, അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത് എന്തൊക്കെ പറയുമ്പോഴും 2014 ശേഷം മോദിയാണ്. അപ്പം അതാണിപ്പം ഈ പറയുന്ന എല്ലാം. പക്ഷെ അതിന് മുമ്പ് ചിന്തിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ചിന്തിക്കുന്ന സമയത്തെല്ലാം ആരോ നിന്ന് പുറയിൽ നിന്ന് വിളിക്കുന്നത് പോലെ, ഞാൻ പറഞ്ഞ പുറയിൽ നിന്ന് വിളിക്കുന്ന പോലെയല്ലോ, അതങ്ങനെ വേണ്ട. അപ്പം അതിനൊക്കെ തടയിടുന്ന ഒരവസ്ഥ, പിന്തിരിപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ പോയാൽ മതി. ഇപ്പൊ ഇവിടെ തന്നെ കരിമാനൽ ഖനനത്തിനകത്ത് നമ്മോട്ട് വരുമ്പം രമേശ് ചെന്നിത്തല ഇരുത്തിയാണ്, ഞാൻ ഒരു അദ്ദേഹത്തിന്റെ പേര് മാത്രം പറയാം, എല്ലാവർക്കും പറയാം, അടുത്തി ആടുവോ അല്ലെങ്കിൽ അവിടെ നിർത്തി ഇവിടെ. അതായത് അത് ഏതാണ്ടൊരു വലിയ പാതകം അല്ലെങ്കിൽ നടത്തിയാൽ ഉണ്ടാവുന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കൂടുതൽ ബോധമില്ലാത്ത ആൾക്കാരെ അതിൻ്റെ പുറകിൽ നിർത്തി. അപ്പം ആ പുറകിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജനാധിപത്യ സംവിധാനമാണല്ലോ ഗവൺമെൻറ്റുകൾ. ആ ഗവൺമെൻറ് ആശ്രയിച്ചാലും അല്ലെങ്കിൽ ഈ ഇളക്കി വിടുന്ന ആൾക്കാരെ ഇന്നതുപോലെ കുഴപ്പമില്ലെന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ ഈ ഗവൺമെൻറ് വരണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരുടെയും കൂടെ വോട്ട് വേണമല്ലോ. കരിമേൽ ഖനനം അവിടെ വെച്ച് തന്നെ ഇതിനകത്ത് വേണ്ട, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വേർതിരിച്ചെടുക്കാവുന്ന സാധനം വേർതിരിച്ചെടുത്തിട്ട് മണ്ണ് അവിടെ തന്നെ ഇടുക, ഒരു വ്യത്യാസം വരത്തില്ല. പക്ഷെ എങ്ങനെ അതിൻ്റെ കരിമേൽ ഖനനം ഇവിടെ നടത്താൻ സാധിച്ചാൽ റെയർ മെറ്റീരിയൽസ്, ലോകത്ത് എല്ലാവരും തേടി നടക്കുന്ന റെയർ മെറ്റൽസ് പറയുന്ന സാധനമല്ല, അത് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടാൻ പോകും. അതോടുകൂടി ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തുന്നതിന് ഒരു വഴിയായില്ലേ. ഇങ്ങനെ പല കാര്യത്തിനകത്തും പുറകോട്ട് നടത്തുന്നതിന്, അല്ലെങ്കിൽ ഇവിടെ ലോകത്ത് പല രാജ്യങ്ങളെയും പരിശോധിക്കുമ്പോൾ നമ്മളുടെ കൂട്ട് റിസോഴ്സ് ഉള്ള ഒരു രാജ്യം ഭാരതത്തിൻ്റെ കൂടെ, ആ റിസോഴ്സുകൾ വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് സാധിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തത് കൊണ്ടല്ല, അത് വേണ്ടാൻ തീരുമാനിക്കുന്നു. ആര് തീരുമാനിക്കുന്നു? വേറെ പല രാജ്യങ്ങളും തീരുമാനിക്കുന്നു. ഇപ്പം GCC രാജ്യങ്ങളിൽ എണ്ണ കണ്ടെത്തിയതിന് ശേഷമാണല്ലോ അവന്മാര് കാട്ടറബീൻ്റെ ഭാഷയിൽ നിന്ന് മാറി വലിയ കക്ഷികളായി. അപ്പോഴും അവിടെ അത് ഉപയോഗപ്പെടുത്തുന്ന ആരാ? അമേരിക്ക പോലുള്ളതാണ്. ആരാംകോ കമ്പനി അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികളായത് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോഴും അവർക്ക് അതിൻ്റെ ഫുൾ ലാഭം കിട്ടുന്നില്ല. ഇതേ രീതിയിലുള്ള ഈ ഒരു ഇടപെടലുകൾ ഒരു പരിധിവരെ ഇവിടെ നടത്തുന്നതിന്, അത് നടത്താൻ പറ്റാതെ വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഇന്ത്യ നടത്തേണ്ട തീരുമാനിക്കുന്ന ഒരവസ്ഥ, അതിന് ആ ഒരർത്ഥം ഇതിനകത്ത് വരും. ആ ഒരർത്ഥത്തിൻ്റെ അത് വരും. രണ്ടാമതൊരർത്ഥം അവിടെയാണ് ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പെടാൻ പോകുന്നത്. രണ്ടാമതൊരർത്ഥം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെ സാധ്യമാകുന്നു ഒരു രാജ്യത്ത്. അവരിവിടെ വന്നിട്ട് ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനൊന്നും പറ്റത്തില്ലല്ലോ. അവിടെ ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അയാളുടെ ആലോചനയിൽ നടക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ
ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ആവണമെങ്കിൽ അത് നടത്താൻ ഒരാൾ വേണം. അല്ലെങ്കിൽ അയാൾ വിചാരിക്കുന്ന ഒരു കാര്യം ഇവിടെ ഒരു ഭരണാധികാരി നടത്തുമ്പോൾ അതിന് തടസ്സം നിൽക്കാൻ ഒരാൾ വേണം. അതാണ് ഒരുപക്ഷെ ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ട്. ട്രംപിന് മനസ്സിലായിട്ടുണ്ടാവും, പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവിന് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലോകമണ്ഡലത്തിൽ വന്ന് കോൺഗ്രസ് ഇവര് പറയുമല്ലോ ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവൻ അറിയുന്നില്ല എന്ന് പറയുമല്ലോ. അതാണ് രാഹുൽ ഗാന്ധി ഇവൻ ചെയ്യുന്നത് എന്താണ് ഇവൻ അറിയുന്നില്ല എന്ന് പറയാൻ ഇപ്പൊ രാഹുൽ ഗാന്ധി മാത്രമേ അറിയുന്നുള്ളൂ. രാഹുൽ ഗാന്ധി വിചാരിക്കുന്ന പുള്ളി ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ്ട് വലിയ കാരണം വാർത്ത വരുന്നില്ലേ, ആൾക്കാർ ചർച്ച ചെയ്യുന്നില്ലേ, പുള്ളി അറിയുന്നത് വലിയ ഏതാണ്ട് കാര്യം വീണ്ടും 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 മടയത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും അയാളുടെ അടുത്ത് വെച്ച് ബോംബ് പൊട്ടിക്കും, ഇത് കയ്യിലിരുന്ന് പൊട്ടി പണ്ടാരോടങ്ങും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാ ഹൈഡ്രജൻ ബോംബ്, അതിന് മുമ്പ് ആറ്റം ബോംബ്, ഇനിയും വീണ്ടും ഇന്നലെ വന്നിട്ടുണ്ട് ഹൈഡ്രജൻ. ഇത് അവിടെ വെച്ച് തന്നെ പൊട്ടുക. വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഉള്ളവർ എന്ത് പ്രതീക്ഷയായിട്ടാണെന്നറിയും പത്രസമ്മേളനത്തിന് അവിടെ പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ സാധനം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ട്, ഇവിടെ വന്നിട്ട് ഇത് മടക്കി പോകും, ഒന്നും നടക്കുന്നില്ല. അതായത് ഓരോ ദിവസവും ഞാനൊരു നല്ല വിഡ്ഢിയാണ്, ഞാനൊരു നല്ല മണ്ടനാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പം ഈ സംശയാതീതമായി തെളിയിക്കുക. പിന്നെ രണ്ട് ഇതുപോലുള്ള പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടും പിന്നെ രണ്ടാമത് ഇനി ആര് വന്നാലും വിദേശ രാജ്യങ്ങളുടെ അജണ്ട ഇവിടെ പാസ്സാക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള എല്ലാ കരുതലുകളും ഇപ്പോഴത്തെ ഗവൺമെന്റ് എടുക്കും. മനസ്സിലാവുന്നുണ്ട്. അതിൽ കരുതലുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വിചാരിക്കേണ്ടത് ഏറ്റവും വലിയൊരു അപകടമാണല്ലോ താരിഫിന്റെ രൂപത്തിൽ 80 ബില്യൺ അങ്ങോട്ടും ഇങ്ങോട്ടും 130 ബില്യൺ കച്ചവടം നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന ഇതുപോലെ ഒരുത്തനും കയറി ഒരു ഘട്ടത്തിലോ രണ്ട് ഘട്ടത്തിലോ കയറി തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും തീരുമാനം എടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയത്, അല്ലെങ്കിൽ മിണ്ടാതിരുന്നത്. രണ്ടാമത്തെ രാജ്യത്തെ സമ്പദ് ശക്തിയായിട്ടുള്ള ചൈനയ്ക്ക് തീരുമാനം പറയാൻ നമ്മൾ തീരുമാനം പറഞ്ഞതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ തീരുമാനം കോപ്പി പേസ്റ്റ് അടിച്ചത്. അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ അതിന് ആർജവം വേണം. രണ്ടാമത് നമ്മളിൽ വേണമെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വരുന്ന റിസോഴ്സ് എനിക്ക് വേണ്ടാന്നങ്ങ് തീരുമാനിക്കും. എങ്ങനെ തീരുമാനിക്കാം? ഞാൻ നാളെ തൊട്ട് നശിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ തീരുമാനിക്കും. രണ്ടാമത് നിന്റെ സാധനം വേണ്ടടേ, ഞാൻ വേറെ സംവിധാനം കണ്ടെത്തിക്കോളാം. അപ്പോൾ രണ്ടാമത്തെ തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരി ഉള്ളപ്പോഴാണ് ആദ്യത്തെ തീരുമാനം എടുക്കുന്നവൻ്റെ ലൈനിൽ ഈ രാജ്യത്തെ കൊണ്ടു നടത്താൻ പറ്റാത്തതും അതിനെക്കാട്ടിൽ മറ്റൊരു തീരുമാനം എടുത്ത് ഈ രാജ്യത്തെ എവിടെ കൊണ്ടുപോകാൻ പറ്റുന്നു, നെറുകയിൽ കൊണ്ടുപോകാൻ പറ്റുന്നു. അത് വെല്ലുവിളികളെ ഏറ്റെടുക്കും. ഇപ്പോൾ ഏറ്റെടുത്തേക്കുന്നു വെല്ലുവിളി ഏറ്റെടുത്തല്ലോ, നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു, തുടങ്ങിയതേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ സക്സസ് റേറ്റ് ഭയങ്കരോ. ഇവിടുത്തെ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, പക്ഷെ നമ്മുടെ സക്സസ് റേറ്റ് ഭയങ്കരോ. ഇപ്പോൾ തന്നെ ഇന്നലെ 25% കൂടി നമ്മുടെ ഈ കൊഞ്ചിനും അല്ലെങ്കിൽ നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾക്ക് വീണ്ടും അവരുടെ പാർലമെന്റ് കൂടി തീരുവ കൂട്ടാൻ തീരുമാനിച്ചു അമേരിക്ക. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന് താരിഫിന് മുമ്പ് 160 കമ്പനികൾ അല്ലെങ്കിൽ കമ്പനികളായി നമ്മുടെ സാധനം മേടിച്ച് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 164 ഇപ്പം നാളെ കാലത്ത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ മാത്രമായി കയറ്റുമതിയുടെ ഈ തീരുമാനം. ബാക്കിയുള്ള രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും GCC രാജ്യങ്ങൾ അന്നേ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണം, ഇതിന് തീരുമാനം മാറ്റും. കാരണം ഇവന് ഈ തീരുമാനം നാളെ കാലത്തെ പണ്ടത്തരമാണെന്ന് കണ്ട് തിരുത്തിയാൽ പോലും, അല്ലെങ്കിൽ അവിടുത്തെ കള്ളുകൂടിയന്മാർ ഇപ്പോൾ ചീത്ത പറയുന്നതെന്നാണ് പറഞ്ഞത് ട്രംപിനെ. കാരണം എന്തെങ്കിലും പറയുന്നത് ഈ ടച്ചിങ്സോ കുപ്പിയേക്കാൾ വില ടച്ചിങ്സിന് കുപ്പിയെക്കാട്ടി വില ടച്ചിങ്സിന്. അപ്പൊ സാധാരണക്കാരൻ അവിടെ ഉണ്ടപ്പാ, അവൻ ഇത് ഒരു കൊഞ്ചു ഒക്കെ മേടിച്ച് തിന്നുന്നേ അല്ലെങ്കിൽ കുടിക്കുന്നേ. അപ്പൊ അവന്മാർ ഇവനെ ചീത്ത വിളിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന് ഭയങ്കര പ്രിയമാണ് അവിടെ ഇന്ത്യയുടെ കൊഞ്ചിനും ചെമ്മീനൊക്കെ ഭയങ്കര പ്രിയമാണ്. അപ്പൊ അതിപ്പം അവർ ബഹളം ഉണ്ടാക്കുന്ന പറയുമ്പോൾ നാളെ കാലത്ത് ഇവരുടെ ബഹളം കൂടി അല്ലെങ്കിൽ ഇത് ശരിയല്ല തീരുമാനം വന്നിട്ട് ഇത് മാറ്റുക, അല്ലെങ്കിൽ ഇത്രയും വേണ്ട തീരുവ മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ നമ്മുടെ സോഴ്സ് തുറന്നു കിടക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പുതിയതായിട്ട് തുറന്നുകൂടെ വന്നില്ലേ. അപ്പൊ നമുക്കെന്ത് വേണം? നമുക്ക് കൂടുതൽ കയറ്റുമതിക്ക് സാധ്യത കൂടി നമ്മുടെ ഇത് കൂടുക. ഇപ്പം ഈ ട്രംപ് എടുത്ത തീരുമാനം നമ്മൾ വെല്ലുവിളിയോടുകൂടി ഏറ്റെടുക്കുന്നു എല്ലാ മേഖലയിലും. അതിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അമേരിക്ക നാളെ കാലത്തെ തീരുമാനം മാറ്റേണ്ടി വരും. അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോവുക. കാരണം ഇയാൾ പിന്നെ ഈ വാശിക്ക് വീണ്ടും നോക്കുക പല ഘട്ടത്തിലും, എല്ലാ ഘട്ടത്തിലും കൂടി ഇത് പൊളിയും. അപ്പം അമേരിക്ക തുറന്നു തരേണ്ട ഒരു അവസ്ഥ വരും. അതിന് ഏതെങ്കിലും ട്രംപിനാകുമ്പോൾ നാണമില്ലാത്തവനായിട്ട് നാളെ കാലത്ത് പ്രസ്താവന മാറ്റി പറയുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. അത് ഞാൻ എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനം മാറ്റിയ അവിടുന്ന് ഇവിടുന്ന് പാല് കൊണ്ടുവന്നില്ലെങ്കിലും വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ മോദി ഫോൺ വിളിച്ചത് പാല് കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ വ്യാപാര കരാർ ഞാൻ പറഞ്ഞ പോലെ എല്ലാം അക്സെപ്റ്റ് ചെയ്തു. വ്യാപാര കരാർ എഴുതുന്നപ്പോൾ വായിച്ചു നോക്കാൻ സാധാരണക്കാരന് പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ അതിന് വളരെ കുറച്ച് ആൾക്കാരിൽ അതിന്റെ ഡീറ്റെയിൽസ് നോക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി തടി തപ്പി
സംഭവം കൊണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇവിടുത്തെ ഈ പഴയ പോലെ കയറ്റുമതി ഇവിടെ കിട്ടും. നമ്മൾ ഈ പുതിയതായിട്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സെറ്റപ്പ് നമുക്ക് അവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ കയറ്റുമതിയുടെ കാര്യം വലിയ ഇപ്പൊ തുണിയുടെ കാര്യം തന്നെ എങ്ങനെയാണ്? നമ്മുടെ മാർഗം അടയുമ്പോഴാണല്ലോ നമ്മൾ വേറെ ഒരു മാർഗം കണ്ടെത്തുന്നത്. തുണിയുടെ ഇപ്പം ഏതാണ്ട് നമ്മളിപ്പം കയറ്റുമതി ചെയ്യുന്നത് ലോക നിലവാരത്തിന് വേണ്ടി 2% 3% എങ്ങാണ്ടേ ഉള്ളൂ. അതിപ്പം ബാക്കിയുള്ളതിപ്പം നമ്മൾ 80% തുണി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് സംഭവം പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് വിപുലീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും നമ്മളുടെ ഈ ഒരു തടസ്സം അല്ലെങ്കിൽ പണ്ടെപ്പോഴും ഉണ്ടായിരുന്ന 65-ലുണ്ടായിരുന്ന ഈ പറയുന്നത് പോലെ ഈ അമേരിക്കയുടെ ബാന്, അതിനുശേഷം 70-ല് പല ഘട്ടങ്ങളിലും വാജ്പേയിയുടെ കാലത്തെ എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോൾ ഉള്ളതിൻ്റെ അത്രയും പറ്റിയാലും അന്നും നമുക്ക് വളരാനേ ഇത് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം പ്രതിരോധം ഉണ്ടാകുമ്പോഴാണ് ശക്തി കൂടുന്നത്. 65-ൽ നമ്മളെ പട്ടിണി കിട്ടിയിട്ട് നമ്മളൊന്നും ചത്തില്ല. അല്ല, ശാസ്ത്രിയുടെ കാലത്ത് ആ സമയത്ത് നമ്മളൊന്നും അല്ലല്ലോ. ആ സമയത്ത് നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് ബുദ്ധിമുട്ട്. ആ സമയത്ത് ഗോതമ്പ് കൊടുക്കണ്ടെന്ന് പറയും. ഇവനൊക്കെ അത്ര ദുഷ്ടന്മാരാണ്. അന്നേരം നമ്മൾ പട്ടിണി കിടന്നിട്ട് ഇതിനെ അതിജീവിച്ചതാണ്. അതിനുശേഷം വാജ്പേയിയുടെ കാലത്ത് ഈ നരേന്ദ്രമോദിയെ കേട്ട് നമ്മൾ അങ്ങ് വിചാരിക്കേണ്ട ആണ് വാജ്പേയിയാണ്. ആണവ ബോംബ് പരീക്ഷണം നടത്തിയില്ല. ഇവന്മാരുടെ ലോകം മൊത്തം ചാരക്കണ്ണുകൾ വെച്ചേക്കുക. പൊക്രാനിലാന്ന് എവിടാന്ന് പോലും ഇപ്പോഴും ഒരു കാര്യത്തിനും അറിയത്തില്ല. ഇപ്പോഴും അറിയത്തില്ല, നമ്മൾ വെളിപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ അന്ന് വേറെ കാര്യമുണ്ട്. ഉപരോധമായിരുന്നു പറയും. അതിന് മുമ്പ് വേറെ കാര്യമുണ്ട്. ഈ വാജ്പേയിയുടെ ധൈര്യം നമ്മൾ ആലോചിക്കണം. വാജ്പേയി എന്ന് പറഞ്ഞാൽ വാജ്പേയിയുടെ കൂടെ 28, 29, 30 ഘടകകക്ഷികളാണ്. 1.5 MB, 1 MB, 2 MB, 3 MB അതിനകത്ത് നിന്നുണ്ട്. അപ്പം ഇത്രയും പേരുടെ അഭിപ്രായം അല്ലെങ്കിൽ സ്വരൂപിച്ചില്ലെങ്കിൽ ആ മന്ത്രിസഭ തറയിൽ പോകും. ഇപ്പം മോദിക്ക് എന്താ പേടിക്കാൻ? കഴിഞ്ഞ 2 മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ 3-2 ഭൂരിപക്ഷം. ഇപ്പോഴും ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും സ്ട്രോങ്. കാരണം മറ്റവർക്ക് പോകാനൊക്കത്തില്ല, അതുപോലെ കുരിയും കിടക്കും. അപ്പൊ ഇപ്പം നടത്തുന്നതിനെക്കാട്ടിൽ എത്ര ധൈര്യശാലിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ആയിരിക്കും വാജ്പേയി. അത് മനസ്സിലാകുന്നത്. അപ്പം അന്ന് നമ്മൾ ഉപരോധം നമ്മൾ അതിജീവിച്ചു. അന്നാ നമ്മൾ ഈ സ്പേസ് മേഖലയിലും അല്ലെങ്കിൽ മറ്റ് പല മേഖല അന്ന് നമ്മുടെ കൂടെ ഡിഫൻസിലാണ്. ഫ്രാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രാൻസും ജപ്പാനും ഒക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അന്ന് നമ്മളെ സഹായിച്ചു. അതുകൊണ്ട് ഇപ്പോഴും ആ ഫ്രാൻസിനെ നമ്മൾ തിരിച്ച് സഹായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വിദേശ ആധിപത്യം അല്ലെങ്കിൽ ആശ്രയത്വം നമുക്ക് ഗുണമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അങ്ങനെ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പൊ അമേരിക്ക പോലെ കുങ്ക് കാണിക്കത്തില്ല. ഞങ്ങളില്ലെങ്കിൽ ഇയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇയാളെ കാണിച്ചു തരാം, ഞങ്ങളുടെ ഇവിടെ ഇറക്കുമതി ചെയ്യണ്ട, ആ രീതിയിലേക്കുള്ള ഒരു സാധനം അത് വേണ്ട. ആ രീതിയിലേക്കുള്ള ആശ്രയത്വം പാടില്ല. അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ ട്രംപിനെ പോലുള്ള വിദേശ രാജ്യങ്ങൾ ഒരു ശത്രു, രണ്ടാമത്തെ ശത്രു അവനെ താങ്ങിക്കൊണ്ട് ഈ രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മുഖമുള്ള ആൾക്കാർ. മനസ്സിലായി? ഇപ്പൊ അദ്ദേഹത്തിന്റെ മുഖമാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ആൾക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പത്തിലുള്ള മുഖം. ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചു. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. കൊഞ്ചിന് താരിഫ് അങ്ങനെ തന്നെ വേണം, അങ്ങനെ വേണം. വിസ ഇപ്പൊ വിസ വന്നില്ല, അതിനകത്ത് താരിഫ് എടുത്ത് വീക്ക് പ്രധാനമന്ത്രി എന്നിട്ട് മിസൈൽ വിട്ടാലും നല്ല മിസൈല് പാകിസ്ഥാന്റെ കൂടെ കൂടിക്കൊണ്ട് പാകിസ്ഥാൻ പറഞ്ഞത് സിന്ധുവിന്റെ സമയത്ത് വീണു 5 എണ്ണം വീണു. പൊട്ടായത് 5 എണ്ണം വീണത് അത് സാധനം അതല്ല. ഏതാ നമ്മുടെ അവന്മാരെ കളിപ്പിച്ച സാധനം പറഞ്ഞവന് അത് പോട്ട് അന്നങ്ങ് അബദ്ധം പറ്റിയെന്ന് വിചാരിക്കാം. വീണത് പറഞ്ഞതുപോലെ നമ്മുടെ വിമാനം അല്ലെങ്കിൽ റാഫേല വീണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ എല്ലാം പാകിസ്ഥാനെ തെറ്റിദ്ധരിപ്പിച്ചു. അവന്മാരിത് കാണിച്ച് ലോകത്തെല്ലാം പറഞ്ഞു. അതങ്ങനെ അല്ലെന്ന് നമ്മൾ പിന്നെ വ്യക്തത വരുത്തി കൊടുക്കുമ്പോഴെങ്കിലും ഈ പൊട്ടം വിചാരിക്കേണ്ടത് ഇത് അങ്ങനെയല്ല, അതങ്ങനെ അല്ലെന്ന് അയാൾക്ക് അറിഞ്ഞാൽ പോലും അയാൾക്ക് ഇതിങ്ങനെയാണ്, ഇന്ത്യ മോശമാണ് എന്നുള്ളത് വരുത്തി തീർക്കണം. അല്ലെങ്കിൽ അയാളുടെ സംസാരം മനഃപൂർവ്വം അല്ലെന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റത്തില്ല. അയാൾ സംസാരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയല്ല, അയാളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികളാണ്. അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വിദേശ രാജ്യങ്ങൾക്കുൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ, ഇദ്ദേഹം വെളിയിൽ പോകുമ്പോൾ സന്ദർശിക്കുന്ന ആൾക്കാർ, അതായത് ഓരോ രാജ്യത്തിനകത്തും ഇപ്പം പ്രതിപക്ഷം ഭരണപക്ഷം ഉണ്ടല്ലോ ഓരോ രാജ്യത്തിനകത്തും. അപ്പം അദ്ദേഹം സന്ദർശിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ആൾക്കാർ, ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സിന് പുറകോട്ട് നിൽക്കണമെന്ന് അല്ലെങ്കിൽ ഇന്ത്യ തകർക്കണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ തന്നെ മലേഷ്യ പോയത് തന്നെ സാക്കിർ നായിക്കിനെ കണ്ടു. നല്ല മനുഷ്യനില്ല എന്ന് വെച്ചാൽ പുള്ളി. രണ്ടാമതാരെ കണ്ടേ സോറോസിന്റെ മോനെ കണ്ടേ. പലയിടത്തും പോകുമ്പോഴും പല ഖാലിസ്ഥാൻവാദികളെ കാണാറുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ കൊന്ന ആൾക്കാരാണ്. അതൊന്നും വേണ്ട, ഭരണം മതി, ഭരണ പൈസ മതി. ഇവൻ ഈ ബ്ലിക്സ് പറഞ്ഞെന്തോ കാഴ്ച പറഞ്ഞ പെണ്ണുമ്പിള്ളയാരുടെ ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ മോള്. അപ്പോൾ അഫ്ഗാൻ രാജകുമാരിയുടെ മോളുണ്ടായിരുന്നു, അതിനെ പ്രേമിച്ച് വയറ്റിലുണ്ടാക്കിയിട്ട് കളഞ്ഞു.
അല്ല അവരും കളഞ്ഞതാ, ഇവന്റെ വേണ്ടാന്ന് മനസ്സിലായി. ഇത് പ്രത്യേകം പറയണം, ഈ മാഗസീൻ ഇന്ത്യൻ നമ്മളെ മോദിയുടെ മാഗസീൻ അല്ല, ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ മാഗസിൻ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ അംഗീകാരമുള്ള മാഗസിൻ. എതിർത്തിട്ടേ ഇല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം ഇതാണ് മോദി പറഞ്ഞതിനകത്തെ സാരം. അത് വളരെ കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിസയുടെ നിരോധനമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വീണ്ടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും പറയുന്നതിനകത്ത് നമ്മളത് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇയാളെ ആശ്രയിക്കാനൊന്നും ഇനിയും വരുന്നില്ല, അതിൻ്റെ കാര്യം നമുക്കില്ല, നമ്മളോട് ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ടോ, ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ പോക്ക്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും വരട്ടണ്ട, അതാണ് എൻ്റെ ഒരു കാര്യം.